പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവകരുണയുടെ പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും വേണം ദൈവത്തിൻ്റെ കരുണ. ഈ കരുണയില്ലാതെ നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ബലഹീനരാണ്, പാപികളാണ്. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഓരോ നിമിഷവും നമ്മൾ തെറ്റുകളും പാപങ്ങളും ചെയ്തു പോകുന്നവരാണ്. കർത്താവേ, ആ വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തോടെ അങ്ങയുടെ കരുണ പ്രാപിക്കുവാനും മറ്റുള്ളവരോടും കരുണ കാണിക്കുന്നവരായി മാറുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ കരുണ നമ്മുടെ മേൽ വർഷിക്കുവാൻ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം നമുക്ക് ആ ദൈവത്തെ അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അങ്ങയെ ആരാധിക്കുമ്പോൾ ഒരുപാട് വിമോചനം, വിശുദ്ധീകരണം, സൗഖ്യമെല്ലാം സംഭവിക്കും. ഞങ്ങൾ ആ ബോധ്യത്തോടെ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടത് നൽകുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ എളിമയോടെ നിൽക്കാം. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആഗ്രഹിക്കാം. ആ കരുണ നമ്മളിൽ വന്ന് നിറയുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്കെല്ലാം കടന്നു വരുവാൻ, ലോകം മുഴുവനിലേക്കും വരുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് നമ്മുടെ വിശ്വാസമേറ്റു പറയാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഉസ്സസ്ഥാനങ്ങളിരുന്ന് അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി ആ കരുണയുടെ അഭിഷേകം ഏറ്റെടുക്കുവാൻ നമുക്ക് ഒരുങ്ങാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, മനസ്സിലായാലും അങ്ങ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നു. അതും പ്രത്യേകിച്ച് ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ എങ്ങാനും അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് വലിയ പാടാണ്. ഇനി അവർക്ക് വിശ്വാസവും പ്രാർത്ഥനയും അല്പം കുറവും കൂടി ആണെങ്കിൽ പറയുകയും വേണം. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള മേഖലകളിൽ വരുമ്പോൾ പ്രതികരിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും മറ്റുള്ളവരെ പഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സാഹചര്യങ്ങൾ പക്ഷെ നമ്മൾ കണ്ടെന്ന് വരും. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ഇന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഏതാനും വചന വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വിട്ടുവരുക്കുന്ന അനുഭവങ്ങൾ, കഷ്ടതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മളത് എടുക്കേണ്ടത്? എടുക്കേണ്ട പോലെ എടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ അഭിവൃദ്ധി, നന്മകൾ, ഇതെല്ലാം പകൽ പോലെ വചനം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് വായിച്ചിട്ടും മനസ്സിലാക്കി അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നാണേലും വന്നു പോകുന്നത്. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ ഇതിനു വേണ്ടി, ഈ ഒരു വിഷയം ധ്യാനിക്കുന്നതിന് വേണ്ടി എടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, കഷ്ടതയിൽ കരയുന്നവരോട് ദൈവത്തിന് വലിയ
അനുകമ്പയാണ്. കഷ്ടത അനുവദിച്ചിട്ട് മാറി നിന്ന് ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവം. ചിലരൊക്കെ അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ വന്നു പോകുന്നത് വേണേ വേറെ ചിലർക്ക് വേദന വന്നപ്പോൾ ഇവർക്കുള്ളിൽ ചിരിയാണ്. ചിലർക്ക് നേട്ടം വന്നപ്പോൾ ഇവരുടെ ഉള്ളില് മനസ്സ് ഇടിഞ്ഞ് ഒരു സങ്കടം, ഒരു നൊമ്പരം അനുഭവിക്കുന്ന അവസ്ഥ. എന്താണ് അതിന്റെ സൂചന? ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും, അത് അസൂയാണ്. അസൂയയുടെ പേര് അത് നമ്മളില് ഉള്ളപ്പോൾ, ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നാട്ടുകാരായിരിക്കാം, നമുക്കറിയാവുന്ന ചില വ്യക്തികളായിരിക്കാം, വേറെ ചിലരെ കുറിച്ച് ചുമ്മാ പറഞ്ഞു കേട്ടാൽ മതി. അവർക്ക് ഒരു നഷ്ടം, വേദന അതൊക്കെ വന്നെന്ന് കേൾക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം. വേറെ ചിലർക്ക് നേട്ടം വന്നു, അല്ലെ അവരെക്കുറിച്ച് ഒരുപാട് വളരെ വലിയ രീതിയിൽ മനുഷ്യർ സംസാരിക്കുന്നതായിട്ട് കേൾക്കുമ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിനൊരു നൊമ്പരം. നമുക്ക് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ നമുക്ക് ആവശ്യമായ മനോഭാവം ഇതല്ല. റോമാലേഖനം 12:15 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വേദനിക്കുന്നവരോടുകൂടെ വേദനിക്കണം, അതുപോലെ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കണം. അതൊരു ക്രിസ്ത്യമായിട്ടുള്ള ഒരു മനോഭാവമാണ്, ദൈവത്തിനുണ്ടായിരുന്ന ഒരു മനോഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ദൈവത്തിനുണ്ടായിരുന്ന മനോഭാവം, ഇതാണ് ദൈവ മക്കൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. ഇതറിയാൻ ഒരു വചനഭാഗം എടുത്താൽ മതി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം എടുത്താൽ, പുറപ്പാട് 3:7 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പറയാണ്, ദൈവമക്കൾ ഇസ്രായേൽ ജനം, നമ്മള് പുതിയ ഇസ്രായേലാണ്, അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈജിപ്തിലേക്ക് അവര് കടത്തപ്പെട്ടു. ഈജിപ്തിൽ അടിമത്തത്തിന്റെ ജനമായവർ മാറി. കാരണം നമുക്കറിയാം, അവരുടെ തന്നെ പാപം. നല്ല ഐശ്വര്യത്തിൽ ജീവിച്ചപ്പോൾ അവര് അവിശ്വസ്തത കാണിച്ചു, അരുതാത്ത കാര്യങ്ങളിലേക്ക് പോയി. അന്ന് ഇത് അന്യദൈവ ദൈവങ്ങളെ ആരാധിക്കാൻ പോയി. അങ്ങനെ കുറെ കാര്യങ്ങൾ, അവിശ്വസ്തത. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു തകർച്ച വന്നത്. അടിമത്തത്തിലേക്ക് അവർ പോയി. പാപം അടിമത്തമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. പാപം മൂലം നമുക്ക് വരുന്നത്, പാപത്തിന്റെ പരിണത ഫലവും അടിമത്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പൊ അടിമത്തം പാപം മൂലം വരുന്ന ഒരു കാര്യമാണ്. ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ അനുഭവിക്കേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഞാൻ എൻ്റെ പാപം ചെയ്യുന്ന ആ ഒരു കാര്യം നിർത്താതെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കത്തില്ല. പാപസുഖം വേണ്ടാന്ന് വെക്കാതെ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം അനുഭവിക്കത്തില്ല. മനുഷ്യരെ വിടാതെ ദൈവത്തെ പൂർണ്ണമായിട്ടും പിടിക്കാനും ദൈവാശ്രയത്വത്തിൽ ജീവിക്കാനും നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇതെല്ലാം വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇനി അവരുടെ പാപം മൂലം സംഭവിച്ചതാണെങ്കിൽ പോലും ഈജിപ്തിൽ അവരിരുന്ന് കരഞ്ഞപ്പോൾ, ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയാണ്, ഞാൻ അവരുടെ ക്ലേശങ്ങൾ കണ്ടു. എൻ്റെ ജനം ഈജിപ്തിൽ അനുഭവിക്കുന്ന ക്ലേശം ഞാൻ കണ്ടു. ഞാൻ അവരുടെ രോദനം കേട്ടു. അവരുടെ ദുരിതം, അവരുടെ കണ്ണുനീര്, അവരുടെ നിലവിളി, ഇതെല്ലാം ഞാൻ കണ്ടു, ഞാൻ കേട്ടു. അതാണ് കർത്താവ് പറയുക. അതുകൊണ്ട് എനിക്ക് അവരെ രക്ഷിക്കണം, ഈ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണം. എനിക്കതിന് അയക്കാൻ ഒരാൾ വേണം. അതിനാണ് മോശയെ ദൈവം സമീപിക്കുന്നതും നിയോഗിക്കുന്നതും അയക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ വേദനകൾ ഞാൻ അറിയുന്നു എന്നാണ് കർത്താവ് കൃത്യമായിട്ട് ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം വിധത്തിലുള്ള വേദനകൾ, ക്ലേശങ്ങൾ വന്നാലും അവിടെയെല്ലാം ദൈവത്തെ പഴിക്കാനും ദൈവത്തിൽ നിന്ന് അകലാനും അതൊരു കാരണമാക്കല്ല ചെയ്യേണ്ടത്. ചിലര് ബുദ്ധിപൂർവ്വം സംസാരിക്കും, വേണേ ഇത് കൃത്യമായിട്ട് അളന്ന് തൂക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംസാരിക്കും.
ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇന്ന കാരണങ്ങൾ എനിക്കുണ്ട്, ന്യായീകരണങ്ങൾ എനിക്കുണ്ട്. പക്ഷെ കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആ ദൈവഹിതത്തിന് വിധേയപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെയ്താൽ ഉണ്ടാകാവുന്ന അനുഗ്രഹം വളരെ വലുതാണ്. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 20-21 വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് വലിയൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. ക്ലേശിതർക്ക്, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനം. ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും എടുക്കേണ്ടതുപോലെ എടുക്കുന്നവർക്ക് അവർക്കുണ്ടാകുന്ന ഒരു നേട്ടമുണ്ട്. അവരുടെ കണ്ണുകൾ എന്നെ കാണും, അവരുടെ കാതുകൾ എന്നെ ശ്രവിക്കും. ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തെ കേൾക്കാൻ പറ്റും. എന്തിലൂടെയാ? കർത്താവിന്റെ നാമത്തില് സന്തോഷത്തോടെ സഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയൊരു പ്രിവിലേജാണിത്, അവകാശമാണ്. അവരെന്നെ കാണും, അവരെന്നെ കേൾക്കും. നമ്മൾ ഈ ദൈവത്തെ കാണാതെ എത്ര സുഖജീവിതം നയിച്ചെന്ന് പറഞ്ഞാലും എന്താ കാര്യം? അതിനേക്കാൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും ത്യാഗമെടുത്തിട്ടാണേലും ദൈവത്തെ കാണാൻ പറ്റണം, ദൈവത്തെ കേൾക്കാൻ പറ്റണം. അതോടെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. എന്തുകൊണ്ടാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങള്, തിരസ്കരണം, അതുപോലെ തന്നെ ജയിൽവാസം, ഇതെല്ലാം ശാരീരിക പീഡനം, മാനസികമായിട്ടുള്ള വ്യഥ, ഇതെല്ലാം അനുഭവിച്ച വ്യക്തിയാണ് പൗലോസ്ലീഹ. നമുക്ക് അനുസരിക്കാം. പറഞ്ഞൊരു കാര്യം, ഞാൻ മുമ്പോട്ട് പോയാൽ ഉറപ്പാണ് ജയിൽവാസം, അവരെന്നെ കൊല്ലാനും സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യം അവന് കാണിക്കാൻ പറ്റിയത്? പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നപ്പോഴും അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റിയത്? പൗലോസ്ലീഹ കേട്ടൊരു കാര്യമുണ്ട്. 2 കൊരിന്തോസ് 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവന് ഒരു പ്രാർത്ഥന നടത്തി, അവൻ്റെ ഒരു കാര്യം നടക്കാൻ വേണ്ടി. പക്ഷെ കാര്യമൊന്നും നടന്നില്ല. എങ്കിലും അവന് കിട്ടേണ്ടത് അവിടെ കിട്ടി. അവൻ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചു. നിനക്കെന്റെ കൃപ മതി, നീ സമാധാനമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. നിനക്കെന്റെ കൃപ മതി. അതിനുശേഷം പൗലോസിനെ അവന്റെ സഹനമോ മുള്ളോ ഒന്നും അവനെ ശല്യപ്പെടുത്തിയില്ല, ഒരു പ്രശ്നമായില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ കേൾക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തെ കേട്ടവരായി മാറണം, ദൈവത്തെ കണ്ടവരായി മാറണം. ഇനി അതിന് അല്പം ത്യാഗമെടുക്കുന്നത്, സഹനത്തിലൂടെ കടന്നു പോകുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. റോമാലേഖനം 5-ാം അധ്യായം 4-5 വചനങ്ങൾ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യാശയിലുള്ള ജീവിതം. കാരണം ഇന്ന് ലോകത്തിന്റെ പോക്ക് കണ്ടാൽ നമുക്കറിയാം, നിസ്സാര കാര്യങ്ങൾ പോലും ആത്മഹത്യയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുപോകുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവരെ പഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കാലയളവാണ്. എന്തിനെങ്ങനെ ജീവിക്കണേ? മരിച്ചേക്കാം. ആർക്കാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിരാശപ്പെട്ടവർ. എന്തുകൊണ്ട് നിരാശപ്പെട്ടു? പ്രത്യാശയില്ലാത്തതുകൊണ്ട്. പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നിരന്തരമായ പ്രാർത്ഥനയില്ലാത്തവർക്ക് എങ്ങനെ പ്രത്യാശ ഉണ്ടാവും? പ്രത്യാശയിൽ വളരാൻ പറ്റും. നിരന്തരമായ പ്രാർത്ഥന അതിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അതോടൊപ്പം പ്രത്യാശയിൽ നമ്മൾ വളരാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കഷ്ടത. അതാണ് റോമാലേഖനം 5-ാം അധ്യായം 4-5 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, കഷ്ടത നമുക്ക് സഹനശീലം തരും. നമ്മൾ ശീലിക്കണം. കർത്താവിനെ പ്രതി അല്പം നൊമ്പരമെടുക്കാനാക്കിയിട്ടൊക്കെ നമ്മൾ ശീലിക്കണം. കഷ്ടത സഹനശീലം തരും. സഹനശീലം ആത്മധൈര്യം തരും. ആത്മധൈര്യം പ്രത്യാശ തരും. പ്രത്യാശയിലുള്ള ജീവിതം വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് നമ്മൾ കയറിയേ പറ്റൂ. ഈ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചേ പറ്റൂ. കഷ്ടത എടുക്കാൻ തയ്യാറാകണം. അത് സഹനശീലത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തും. സഹനശീലം നമുക്ക് പ്രത്യാശ തരും. പ്രത്യാശ ഉള്ളവർക്ക് പ്രതികൂലങ്ങൾ വന്നാലും നിരാശ വരത്തില്ല, പകരം ധൈര്യം ലഭിക്കും. ധൈര്യത്തിന്റെ അഭിഷേകം. ഈ ഒരു ബോധ്യമുള്ളവർക്ക് ഏതും ജീവിത സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും. പ്രത്യാശയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇതിന് നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം.
നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഇതിൽ പങ്കുചേർന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ പ്രോഗ്രാമുകളും അവിടുന്ന് ഏറ്റെടുക്കണമേ. കാരിസോനെ അവിടുത്തെ സംരക്ഷണ വലയത്തിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന, എന്നും എന്നും അങ്ങേക്കാരാധന, എന്നും എന്നും അങ്ങേക്കാരാധന.